പട്ടാമ്പി നഗരസഭാ ചെയർമാൻ സ്ഥാനത്തേക്ക് ടി.പി. ഷാജി തന്നെ. കോൺഗ്രസിലെ നഗരസഭാ പാർലമെന്ററി പാർട്ടി നേതാവായും ടി.പി. ഷാജിയെ തിരഞ്ഞെടുത്തു. യു.ഡി.എഫിന് ഭരണം ലഭിച്ച പട്ടാമ്പി നഗരസഭയിൽ ആദ്യ പകുതി ചെയർമാൻ സ്ഥാനം കോൺഗ്രസിനാണ്. കോൺഗ്രസിലെ ടി.പി. ഷാജിയെ ചെയർമാൻ സ്ഥാനത്തേക്ക് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തിരഞ്ഞെടുത്തു. കെ.പി.സി.സി രാഷ്ട്രീയകാര്യ സമിതി അംഗം സി.പി. മുഹമ്മദ്, കെ.പി.സി.സി നിർവാഹക സമിതി അംഗം സി.വി. ബാലചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. നഗരസഭാ പാർലമെന്ററി പാർട്ടി ചെയർമാനായും ടി.പി. ഷാജിയെ ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തതായി നേതാക്കൾ അറിയിച്ചു. മുൻ ഭരണസമിതിയിലെ വൈസ് ചെയർമാനാണ് ടി.പി. ഷാജി. ഭരണപരിചയമുള്ള ടി.പിയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനം മാതൃകാപരമാവുമെന്ന് സി.പി. മുഹമ്മദ് പറഞ്ഞു. പാർലമെന്ററി പാർട്ടി ലീഡറായി തെരഞ്ഞെടുത്ത ടി.പി. ഷാജി സ്വാഭാവികമായിട്ടും മുനിസിപ്പൽ ചെയർമാനുമായി തെരഞ്ഞെടുക്കപ്പെടും. ഭരണപരിചയമുള്ള പൊതുപ്രവർത്തന പാരമ്പര്യമുള്ള ഒരു നേതാവാണ് ടി.പി. ഷാജി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഈ മുനിസിപ്പൽ കൗൺസിലും ഭരണവും മാതൃകാപരമായ ഭരണം കാഴ്ചവെക്കുമെന്നും പട്ടാമ്പിയുടെ അഭൂതപൂർവമായ വികസനത്തിന് മുൻകൈയെടുക്കുമെന്നും വോട്ടർമാർക്കും ഈ നാട്ടിലെ എല്ലാവർക്കും പ്രതീക്ഷിക്കാം. അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. ബാക്കി കാര്യങ്ങൾ വരാനിരിക്കുന്ന സമയത്ത് ആലോചിച്ച് തീരുമാനിക്കുന്നു. പാർട്ടിയോട് എന്നും നന്ദിയും കടപ്പാടുമുണ്ടായിരിക്കുമെന്നും പട്ടാമ്പിയുടെ സമഗ്ര വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും ടി.പി. ഷാജി പ്രതികരിച്ചു. പട്ടാമ്പി നഗരസഭയിലെ കോൺഗ്രസ് അംഗങ്ങളുടെ പാർലമെന്ററി പാർട്ടി യോഗമാണ് ഇവിടെ ചേർന്നത്. ബഹുമാന്യനായ ശ്രീ സി.വി. ബാലചന്ദ്രൻ അവர்களுടെയും പ്രിയപ്പെട്ട സി.പി. മുഹമ്മദ് എക്സ്-എം.എൽ.എ അവരുടെ നേതൃത്വത്തിലാണ് ഈ യോഗം ഇവിടെ വിളിച്ചു ചേർത്തത്. ഈ യോഗത്തിൽ ഐക്യകണ്ഠേന എന്നെ പാർലമെന്ററി പാർട്ടി നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട സന്തോഷം അറിയിക്കുകയാണ്. നന്ദിയും കടപ്പാടും ഈ പാർട്ടിയോടും അറിയിക്കുകയാണ്. ഈ സ്ഥാനലബ്ധി വഴി പട്ടാമ്പിയുടെ സമഗ്രമായ വികസനത്തിനും താഴെ തലത്തിലുള്ള സാധാരണ ജനങ്ങളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അതിനെല്ലാ ജനങ്ങളുടെയും പിന്തുണ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഉണ്ടാകണം എന്ന് മാത്രം ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു. അഡ്വക്കേറ്റ് രാമദാസ്, ഉമ്മർ കിഴായൂർ, മറ്റ് കൗൺസിലർമാർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. കുട്ടികൾക്കും മുതിർന്നവർക്കും ആർത്തുലസിക്കാൻ ഇതാ മെറൈൻ ആൻഡ് റോബോട്ടിക് എക്സ്പോ റോബോട്ട് വേൾഡ് ഷൂസ്. നവംബർ 30 മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകകൾ ആദ്യമായി ഇതാ പട്ടാമ്പി കൊളപ്പുള്ളിയിൽ.